മുഖ്യമന്ത്രി ചെയ്ത അതേ നിലപാടും സമീപനവുമാണ് ഇടതുപക്ഷവും സ്വീകരിക്കുന്നത്, CPM സ്വീകരിക്കുന്നത്. രാഷ്ട്രഗീതമായ വന്ദേമാതര ഗാനം ആലപിക്കുന്ന സമയത്ത് ബോധപൂർവം LDFൻ്റെ ജനപ്രതിനിധികൾ, അതായത് കൗൺസിലർമാർ, ദേശീയ ഗാനം ആലപിച്ചിട്ട് ഈ രാഷ്ട്രഗീതമായ വന്ദേമാതര ഗാനത്തിൻ്റെ ആലാപനത്തെ അലങ്കോലപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് മുഖ്യമന്ത്രി ചെയ്ത അതേ നിലപാടും സമീപനവുമാണ് ഇടതുപക്ഷവും സ്വീകരിക്കുന്നത്, CPM സ്വീകരിക്കുന്നത്. ഇവരൊക്കെ ചങ്ങാതിമാരായി, രണ്ടും രണ്ടല്ല ഒന്നാ. അതായത് രാഷ്ട്രഗീതമായ വന്ദേമാതര ഗാനം അവിടെ കൗൺസിലർമാർ ആലപിക്കുന്ന സമയത്ത് അത് അലങ്കോലപ്പെടുത്താൻ അതേ സമയത്ത് ദേശീയ ഗാനം ആലപിച്ചു. ആ ചടങ്ങേ അലങ്കോലമായി. അത് ഇടതുപക്ഷ അംഗങ്ങൾ, CP അംഗങ്ങൾ ആസൂത്രിതമായി ചെയ്തിട്ടൊരു നടപടിയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ അതേ നിലപാട് CPMനുള്ളത് എന്നല്ല അറിയാം. അവർ ഔദ്യോഗികമായിട്ട് അവരക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ നടന്ന സംഭവം അത് മാത്രമായി കാണണ്ട. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നമ്മളെല്ലാവരും കണ്ടത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ രണ്ട് കാര്യത്തിൽ, ഏത് വന്ദേമാതര ഗാനം ആലപിക്കുന്ന കാര്യത്തിലും വീര സവർക്കറുടെ കാര്യത്തിലും ഇവർ രണ്ടുപേരും അവർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. അല്ല, ഇത് നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വന്ദേമാതര സാധാരണ ചടങ്ങിൽ, നമ്മുടെ ചടങ്ങിൽ വന്ദേമാതര ഗാനം പാടും, ദേശീയ ഗാനം പാടും. ഇതാണ് സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യങ്ങൾ ഓർക്കണം, ഇത് അബദ്ധത്തിൽ സംഭവിച്ചതോ അല്ല. കാരണം CPMൻ്റെ പ്രഖ്യാപിത നിലപാട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് വന്ദേമാതര ഗാനത്തോട് CPMൻ്റെ നിലപാട്, എന്താണ് വീര സവർക്കറുടെ കാര്യത്തിൽ CPMൻ്റെ നിലപാട്, അത് മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മളിതിനെക്കുറിച്ചിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ നടന്ന സംഭവത്തെ നമ്മൾ അതുമാത്രം കാണേണ്ട ആവശ്യമില്ല. അവരണികൾ ഇപ്പം നാളെ ഞങ്ങളിവിടെ ചൊല്ലിയിട്ടുണ്ട്. ആ സമയത്ത് അവർ തൊട്ടപ്പുറത്ത് നിന്നിട്ട് അവർ മറ്റൊന്ന് ചെയ്താൽ നമുക്കാരും അത്ഭുതപ്പെടാനില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടാണിത്, അവർ പ്രഖ്യാപിത നിലപാടാണിത്. ഞങ്ങളാകെ അക്കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ, ഇവരൊക്കെ ചങ്ങാതിമാരാണ്, ഇവർ രണ്ടും രണ്ടല്ല ഒന്നാണെന്നുള്ളത്. ദേശീയ ഗാനമാണ് ആലപിക്കുന്നത് എന്നാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ പറയുന്നത്. അപ്പോൾ അതിൽ നേരത്തെ ഉണ്ടായിരുന്ന പാലമായിരുന്നു കോർപ്പറേഷൻ മേയർ പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് BJP അംഗങ്ങൾ ഇങ്ങനെ അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കൊച്ചിൻ കോർപ്പറേഷനിലെ സംഭവത്തെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നില്ല. കാരണം അതിൽ ഔദ്യോഗിക നിലപാട് വന്നിരിക്കുന്നു. അതായത് വന്ദേമാതര ഗാനത്തോടുള്ള വിരോധവും വിയോജിപ്പും മാർക്സിസ്റ്റ് പാർട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ അതിനോടനുബന്ധിച്ച് അതിനെ അപമാനിക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ അലങ്കോലപ്പെടുത്തുന്നതിൽ എന്ത് ചെയ്താലും അവരുടെ ഔദ്യോഗിക നിലപാടിന് ഭാഗമായിട്ടാണത്. നിങ്ങളത് കണ്ട. പിന്നെ അത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ ഞാൻ ഭാഗത്തിന് വേണ്ടി സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ചടങ്ങിൻ്റെ ആരംഭത്തിൽ സ്വാഭാവികമായും ആ ചടങ്ങിനെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ വിശദീകരിക്കും. ഇന്ന പരിപാടികൾ ഇന്ന രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ യാതൊരു പ്രഖ്യാപനത്തോടും നടന്നിട്ടില്ല. വന്ദേമാതര ഗാനം ആലപിക്കുമ്പോഴാണ് അവർക്ക് ദേശീയ ഗാനത്തോടുള്ള സ്നേഹം വന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാനതിൽ തർക്കത്തിനും പോകുന്നില്ല. കാരണം മാർക്സിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായം, ഞങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്തിനാ പിന്നെ വേറെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അവിടെ വേണമെങ്കിൽ മേയർക്കോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർക്കോ ആ പരിപാടിയെ സംബന്ധിച്ച് സംക്ഷിപ്തമായിട്ട് അവിടെ വിശദീകരിക്കാൻ പറ്റും. ഇതാണ് പരിപാടി. അപ്പോൾ ക്ലിയർ ആയല്ലോ. എന്നിട്ട് ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പറയാമായിരുന്നു. അല്ല, BJPയെ സംബന്ധിച്ച് BJP ഔദ്യോഗിക നിലപാടെന്താ? നിങ്ങൾ അതുമായിട്ട് കാണണ്ട. ഞങ്ങൾ രാഷ്ട്രഗീതത്തെയും ദേശീയ ഗാനത്തെയും ഒരുപോലെ ആദരിക്കുന്നു, ഒരുപോലെ വന്ദിക്കുന്നു. ഇവർ രണ്ടുപേരും ഒരുപോലെ
രാഷ്ട്രഗീതത്തെ അനാദരിക്കുന്നു, രാഷ്ട്രഗീതത്തെ നിന്ദിക്കുന്നു. ഇത് അവരുടെ ഔദ്യോഗിക നിലപാടാണ്. ഞങ്ങളുടെ ഔദ്യോഗിക നിലപാട് അതല്ല. ഓക്കെ. ഇന്ന് സേനയുടെ ഈ സ്വാതന്ത്ര്യ പരിപാടിക്ക് പങ്കെടുത്തിരുന്നു. അവിടെ ഈ പറയുന്ന വന്ദേമാതരം ആലപിച്ച് കണ്ടില്ല. എവിടെ? നാവികസേനയുടെ. അല്ല, പക്ഷെ ഞാൻ ചെങ്കോട്ടയിൽ കണ്ടു, അവിടെ വന്ദേമാതരം ഗാനം ആലപിച്ചിട്ടുണ്ട്.